ഇന്ന് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു എ സിയുടെ ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയാണ്. ജസ്റ്റ് നമുക്ക് ചാവി ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇൻഫർമേഷനൊക്കെ ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഡോറൊന്ന് ജസ്റ്റ് അടക്കാം. അടച്ചതിന് ശേഷം ഫ്ലാഷ് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേക്കട്ടെ. ഓക്കെ, ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് മെയിനായിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ബ്ലിങ്കിങ് ഉണ്ടെന്ന് വെച്ചാൽ പെട്രോൾ ജസ്റ്റ് കുറവാണ്. നമ്മൾ ഫസ്റ്റിലേക്ക് ഇടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും. ഇത് ഓൾറെഡി ഫസ്റ്റിലിട്ടിരിക്കുകയാണ്. കംപ്രസർ വർക്കിംഗ് ആണ് ഇപ്പോൾ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു RPM മീറ്ററിൽ ജസ്റ്റ് 1 നിന്ന് മുകളിലേക്കുള്ള സൂചി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വിത്തിൻ സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് കൂളിംഗ് ആയി കഴിയുമ്പോൾ നമ്മുടെ ഇൻസൈഡിലെ കൂളിംഗ് ടെമ്പറേച്ചർ കൂടുമ്പോൾ സെൻസർ ആയി കഴിയുമ്പോൾ ഇത് തന്നെ കട്ട് ഓഫ് ആകും. വിത്തിൻ ഒരു 5-35 സെക്കൻഡ് അടുത്തൊക്കെ ആകുമ്പോൾ ഈ കംപ്രസർ കട്ട് ഓഫ് ആകേണ്ടതാണ്. അപ്പം മിക്ക ആൾക്കാർക്കും ഇതൊന്ന് ഇൻഫർമേഷന് വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നമ്മളിത് ഒന്നിലിട്ടാൽ മാത്രമേ ഉള്ളൂ, ചില സമയങ്ങളിൽ കട്ട് ഓഫ് ആകത്തുള്ളൂ കംപ്രസർ. 2-ലിട്ടാൽ കഴിഞ്ഞാൽ ഇച്ചിരി ഡിലേ വരും. ഓൾറെഡി 1ൻ്റെ താഴെ തന്നെയാണ് നമ്മുടെ RPM മീറ്ററിൽ സൂചി കാണിക്കുന്നത്. ഇപ്പം അത്യാവശ്യം കൂളിങ്ങൊക്കെ ഉണ്ട്. എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനിത് ഒരാഴ്ചയായിട്ട് എൻ്റെ AC-യുടെ ചെറിയൊരു വിഷയത്തിൽ ഞാൻ ഇരിക്കുമായിരുന്നു. ഇതുണ്ടോ, നമ്മുടെ RPM മീറ്റർ കട്ട് ഓഫായി. ഉണ്ടോ, RPM മീറ്റർ ജസ്റ്റ് ഒന്ന് മൂവായി. നേരത്തെ അങ്ങനെയല്ലായിരുന്നു. നമ്മൾ AC ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ, 1-ന് മേളിലാണ് RPM മീറ്റർ നിൽക്കുന്നത്. വിത്തിൻ ഇപ്പോൾ ഉണ്ടോ കട്ട് ഓഫായി. നിങ്ങൾക്ക് ഇങ്ങനെയും ചെക്ക് ചെയ്യാം കേട്ടോ, കംപ്രസർ വർക്കിംഗ് ആണോ എന്നറിയാൻ വേണ്ടി ജസ്റ്റ് RPM മീറ്റർ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഓൾറെഡി AC വർക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത്, എനിക്ക് ഇതേപോലത്തെ ചെറിയൊരു ഇത് വന്നു. എന്ന് വെച്ചാൽ ഞാനിത് അറിയാതെ കട്ട് ഓഫ് ആകാതെ ഞാൻ പെട്രോൾ അടിച്ചായിരുന്നു. 500 രൂപയ്ക്ക് വരെ അടിച്ചിട്ട് എനിക്ക് 35 കിലോമീറ്റർ കിട്ടിയത്. കംപ്രസർ കട്ട് ഓഫ് ആകാതെ നമ്മൾ AC ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന വഴി അറിയത്തില്ല. എന്നുവെച്ചാൽ പെട്രോൾ ഡയറക്റ്റ് കുടിക്കുവാണ്, വലിച്ചെടുത്ത് കുടിച്ചോണ്ടിരിക്കുക AC. എന്ന് വെച്ചാൽ കട്ട് ഓഫ് ആകുന്നില്ലല്ലോ. അപ്പോൾ അതും ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയുവാണ്. എന്താണെന്ന് വെച്ചാൽ കട്ട് ഓഫ് ആകാത്ത കാര്യം, നമ്മുടെ ഇവാപ്പർ എന്ന് പറയുന്ന AC-യുടെ ഉള്ളിലേക്ക് വരുന്നൊരു പൈപ്പുണ്ട്. അതിൻ്റെ ഒരു വാൽവ് ബ്ലോക്ക് ആയാലും ഇങ്ങനെ കട്ട് ഓഫ് ആകാതിരിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ലോങ്ങൊക്കെ പോകുമ്പോഴാണെങ്കിലും നമ്മളിത് പെട്രോൾ അടിച്ച് മുടിയത്തേ ഉള്ളൂ. ഇപ്പോൾ ഓൾറെഡി ഈ കംപ്രസർ എന്ന് പറയുന്ന സാധനം കട്ട് ഓഫ് ആയില്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. നമ്മൾ AC-ലൊക്കെ ഇട്ട് അടിച്ച് പിടിച്ചൊക്കെ ഓടും. പക്ഷേ എനിക്കും ഇതേപോലെ ഒരു അബദ്ധം പറ്റി. പിന്നെ അതേപോലെ തന്നെ AC-യുടെ കൂളിങ്ങും ജസ്റ്റ് കുറഞ്ഞു പോന്നായിരുന്നു. അപ്പോൾ ലീക്ക് ഉണ്ടായതിന് ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. അവർ ഇതിൻ്റെ അകത്ത് കുറേ കളിച്ചെങ്കിലും, പിന്നെ അതേപോലെ നമ്മുടെ ഫ്രണ്ടിൽ AC കണ്ടൻസർ എന്ന് പറയും, അതിന് ബ്ലോക്കോ ലീക്കോ ഉണ്ടെങ്കിലും AC ലീക്കാകാൻ ചാൻസ് ഉണ്ട്, ഗ്യാസ് ലീക്കാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും നോക്കി പിന്നെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെ ഇതേപോലെ വന്നു. പിന്നെ അതെന്ന് വെച്ചാൽ ഇത് കട്ട് ഓഫ് ആകുന്നില്ല. ഓൾറെഡി നമുക്ക് കൂളിംഗ് ആവുന്നുണ്ട് കാര്യമില്ലല്ലോ. ഈ കംപ്രസർ കട്ട് ഓഫ് ആണ്. 20-15 മിനിറ്റും കഴിഞ്ഞിട്ടാണ് 15 അരമണിക്കൂർ എടുത്തിട്ട് നമ്മുടെ കംപ്രസർ കട്ട് ഓഫ് ആകുന്നില്ല. ഇത് വിത്തിൻ സെക്കൻഡ് ഇപ്പോൾ ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോൾ അടുത്തടുത്ത് കട്ട് ഓഫ് ആകുന്നുണ്ട്. ഇപ്പോൾ ഇത് ശരിയാക്കിയതിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ 10-20 മണിക്കൂറൊക്കെ നമ്മളിപ്പോൾ ലോങ് ഒക്കെ പോകണമെങ്കിൽ കണ്ടിന്യൂസ് ഈ കംപ്രസർ വർക്ക് ചെയ്യേണ്ടിയിരിക്കും. കംപ്രസർ വർക്ക് ചെയ്യുവാണെങ്കിൽ കൂളിംഗ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കൂളിംഗ് ഇല്ലാതെ നമ്മൾ AC ഓൺ ചെയ്യുന്ന കംപ്രസറിന് പ്രോബ്ലം വരും. 10-14,000-16,000 രൂപയാണ് കംപ്രസറിൻ്റെ വില. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കറക്റ്റ് പ്രോപ്പർ AC വർക്കിംഗ് ചെയ്യുന്നത് വിത്തിൻ സെക്കൻഡിനുള്ളിൽ നമുക്ക് കംപ്രസർ കട്ട് ഓഫ് ആകണം. കട്ട് ഓഫ് ആയി അത്യാവശ്യം കൂളിംഗ് ഒക്കെ നമുക്ക് 1-ലിട്ട് വേണം ഇത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ പറ്റി. ചിലപ്പോൾ 2-ലൊക്കെ ഇട്ടാലും കംപ്രസർ കട്ട് ഓഫ് ആകാൻ ഇച്ചിരി പാടാണ്. വെച്ചത് ഇപ്പം 2-ലാണ് ഇട്ടിരിക്കുന്നത്. 2-ലിട്ടതിന് ശേഷം നമുക്കൊന്ന് നോക്കാം ഇത് കട്ട് ഓഫ് ആകുന്നുണ്ടാകുന്നത്. ഇപ്പോൾ ഓൾറെഡി കട്ട് ഓഫ് എടുത്തിട്ടുണ്ട്. ഇത് നോക്കാം കൂളിംഗ് ആയിട്ട്. നമുക്ക് നോക്കാം. 1-ൽ പെട്ടെന്ന് എടുക്കുമായിരുന്നു, കംപ്രസർ കട്ട് ഓഫ് ആകുമായിരുന്നു. ഇപ്പോൾ 2-ലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല.
ടൂവിലേക്ക് ഇട്ടപ്പോൾ ഇച്ചിരി ഡിലേ കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെയാണ് അവസ്ഥ. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ AC കട്ട് ഓഫ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇടയ്ക്ക് കേട്ടോ. നമ്മൾ ഇപ്പോൾ അതിൽ ഓടിക്കുമ്പോൾ അതൊരു ചെറിയൊരു ഇൻഫർമേഷനാണ് തന്നത്, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഞാനിപ്പോൾ 10 വർഷമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് വണ്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, AC ചെറിയ പ്രോബ്ലമാണ് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നമുക്ക് ഒത്തിരി പൈസ ഇതിൽ നിന്നും നമുക്ക് മാറും. കംപ്രസറിനും AC കണ്ടൻസറിനൊക്കെ 5000 രൂപയാണ്. അതൊന്നും മാറില്ല. അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ബ്ലോക്കൊക്കെ മാറ്റി നമ്മൾ വീണ്ടും റീപ്ലേസ് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു കണ്ടൻസർ, ഒരു റേഡിയേറ്റർ ഒരു സംഭവം വരും, അത് ഇടയ്ക്ക് മാറിയായിരുന്നു. അത് പിന്നെ വേറെ പ്രശ്നം വരുന്നില്ല. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അതേപോലെ നമ്മളിപ്പോൾ 2-ലാക്കിയിട്ടും കട്ട് ഓഫ് ആകുന്നില്ല. ജസ്റ്റ് 1-ലേക്ക് തന്നെ ഇട്ട് നോക്കാം. 1-ലേക്ക് ഇടുമ്പോൾ വണ്ണിലേക്ക് ഇട്ടപ്പോൾ കട്ട് ഓഫായി. ജസ്റ്റ് കുറച്ച് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ എടുത്തോളൂ. അപ്പോൾ എടുത്തു സെക്കൻഡ്. അപ്പോൾ നമ്മൾ മാക്സിമം ഇത് കംപ്രസർ കട്ട് ഓഫ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിലിട്ട് തന്നെ ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ കറക്റ്റ് പ്രോപ്പർ AC കറക്റ്റായിട്ട് കൂളിംഗ് ആവുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ഉള്ളിലുള്ള ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ എടുത്ത് സെൻസ് ചെയ്ത് തന്നെയാണ് ഇത് കട്ട് ഓഫ് ആവുന്നത്. ഇപ്പോൾ ഓൾറെഡി കട്ട് ഓഫ് ആവുന്നുണ്ട്. ഞാൻ 2-ലേക്ക് ഇടുമ്പോഴായിരുന്നു പിന്നെ കട്ട് ഓഫ് ആകാതിരുന്നത്. അതേപോലെ പ്രോപ്പർ ആയിട്ട് AC വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ കേട്ടോ. ഇതേപോലെ കംപ്രസർ കട്ട് ഓഫ് ആവുന്നുണ്ടോ, അല്ലാതെ ചുമ്മാ ഇങ്ങനെ വർക്ക് ചെയ്യേണ്ടിരുന്നാൽ നമുക്ക് മൈലേജ് ഷോർട്ടേജ് കാണിക്കും. പിന്നെ ഒത്തിരി പെട്രോൾ നമ്മൾ അടിച്ചിട്ടേ ഇരിക്കണം. പിന്നെ ഗ്യാസിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പവറും കാര്യങ്ങളും, പിന്നെ വ്ലോഗറിൻ്റെ സ്പീഡ്, അങ്ങനെയുള്ളതൊക്കെ ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇടയ്ക്കൊന്ന് നമ്മൾ ഗ്യാസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ടോപ്പ് അപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ കംപ്രസർ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തന്നല്ലേ. ഓക്കെ, ബൈ.